ഇതൊരു 2.1 ആംപ്ലിഫയർ ആണ്. 2.1 ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഇത് 200+200+500 സപ്പോർട്ട് ചെയ്യുന്ന ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ തന്നെയുള്ള പ്രവീൺ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ചെയ്തിരുന്ന വർക്കുകളൊന്നും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള, വീഡിയോ ചെയ്തിട്ടുള്ള ഒക്കെ എല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു പരമാവധി. 95% കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ അതിൻ്റെ ഡെലിവറി ഡീറ്റെയിൽസോ അല്ല ആർക്കാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല. അപ്പോൾ അത് ചിലർ ചോദിക്കും എന്താ നിങ്ങൾ പറയാൻ ഞാൻ. അപ്പോൾ ഇതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൈക്ക് സെറ്റപ്പ് വേണം, ഡബിൾ മൈക്ക് വേണം, മൈക്കിന് സെപ്പറേറ്റ് കൺട്രോൾ, ഡിലേ, എക്കോ എല്ലാം വേണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്തിരുന്ന സൺബക്ക് 5100 അതേ ഒരു അപ്പിയറൻസ് ഇതിൻ്റെ താഴത്തെ റോയിൽ ഞാൻ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് അതിനോട് സാമ്യം തോന്നി. അതായത് മൈക്ക് 1-2, പിന്നെ മൈക്ക് 1-2 കൺട്രോൾ, എക്കോ, ഡിലേ, അതിൻ്റെ മ്യൂസിക് വോളിയം, പിന്നെ മ്യൂസിക് പാട്ട് കേൾക്കാൻ മാത്രമായിട്ട് നമുക്ക് ബാസ്, ട്രബിൾ, വോളിയം, സബ്, മാസ്റ്റർ അല്ലേ. മറ്റേതിൽ ഇവിടെ ആ ഡിസ്പ്ലേക്ക് പകരം നമുക്ക് നമ്മുടെ ഈ ടൈപ്പ് ബ്ലൂടൂത്ത് USB പാനലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണുള്ളത്. ഇതൊക്കെ എല്ലാം ഫുൾ ആവശ്യപ്പെട്ട അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കസ്റ്റമൈസ്ഡ് ആംപ്ലിഫയർ ആണ്, കസ്റ്റമൈസ്ഡ് 2.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മുടെ പ്രോഡക്റ്റ് അല്ല, കസ്റ്റമറുടെ ഐഡിയയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം ആ കസ്റ്റമർ പറയുന്ന പ്രൈസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ആംപ്ലിഫയർ ആണ്. അതാണ് കസ്റ്റമൈസ്ഡ് ആംപ്ലിഫയർ. നമ്മുടെ പ്രോഡക്റ്റ്, നമ്മളെ ഓൺ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല വരിക. അത് ആ പ്രോഡക്റ്റിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ചെയ്തിട്ട് അതിന് വേണ്ടതാണ് അതിൻ്റെ ചിലവ് വരിക. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും വാങ്ങാൻ പറ്റുന്ന രൂപത്തിലായിരിക്കില്ല. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ കോസ്റ്റ് ആ ഒരു കോൺഫിഗറേഷൻ വരുന്നത് ഒരു 12,000 രൂപയാണ്. പക്ഷേ കസ്റ്റമർക്ക് കഴിയുന്നത് 10,000 രൂപയുടെ താഴെയുള്ള 2.1 ആണ് വേണ്ടതെങ്കിൽ അത് ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 10,000 രൂപയുടെ ബിലോ 10,000 എന്നുള്ളൊരു മോഡൽ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്കത് വന്ന് ചെക്ക് ചെയ്യാം, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ എടുക്കാം. അപ്പോൾ ബിലോ 10,000 എന്ന് പറയുമ്പോൾ ഒരു 8,000 സംതിങ്, 9,800 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലായിട്ട് വരുന്നതായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഷോഗൺ എന്ന കമ്പനിയുടെ, നമ്മുടെ നാട്ടിലെ കോഴിക്കോടുള്ള ഷോഗൻ്റെ മൈക്ക് ബോർഡാണ് ഉപയോഗിച്ചത്. ഷോഗൻ്റെ 200 വാട്ട്സിൻ്റെ 2 ചാനൽസ് ആയിട്ട് ഉപയോഗിച്ചുള്ളത്, 35 വോൾട്ടിന് വേണ്ട ട്രാൻസ്ഫോമർ. പിന്നെ ഇതിൽ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ മൈക്കിൻ്റെ ഓപ്ഷൻ തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം നോർമൽ 2.1 തന്നെയാണ്. മൈക്കിൻ്റെ ഓപ്ഷനിൽ വരുന്നത് അത്രയും ഷോഗൻ്റെ ആ ഒരു സർക്യൂട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി മിക്സർ എടുത്ത് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത അവസ്ഥയുണ്ടാവുക. അതിനകത്ത് ഇനി എക്സ്ട്രാ ഓപ്പാമ്പും കാര്യമൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ നമ്മൾ എലാബറേറ്റ് ചെയ്താൽ അത് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഹൈ ഗെയിനുള്ള ഒരു ആംപ്ലിഫയറായി മാറും. ഹൈ ഗെയിനുള്ള ഒരു 2.1 കരോക്കെ ആംപ്ലിഫയറായി മാറും. TPM 0060 റെക്കോർഡിംഗ് ഉള്ള ടൈപ്പ് USB മൊഡ്യൂളാണിത്. അപ്പോൾ റെക്കോർഡിംഗ് പെൻഡ്രൈവ് വഴിയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് വളരെ മുമ്പേ ഇറങ്ങിയ ഒരു മോഡൽ ഡിവൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റെക്കോർഡിംഗ് രീതിയൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ കാണിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് മൈക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് വരുന്ന റിമോട്ട്. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം മൈക്ക് കണക്ട് ചെയ്യുക. ഇത് മൈക്കിൻ്റെ കൺട്രോൾസ് നിങ്ങളിവിടെ കണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. മൈക്കിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല സുഖമുള്ളൊരു ഔട്ട്പുട്ടാണ് ഈ ബോർഡിന് വരുന്നത്. അതായത് ഷോഗൻ്റെ ആ ബോർഡിന് വരുന്നത്. ജസ്റ്റ് വോളിയം, ഹലോ 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 check 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 hello 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 check 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 hello 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 check നല്ല കീലാണ്, നല്ല അത്യാവശ്യം നമ്മൾ വളരെ ക്രിസ്പിയാണ്. നമുക്ക് മറ്റേ മൊഡ്യൂളിലൊക്കെ വരുന്നതിനെക്കാട്ടും വ്യത്യസ്തത. ഹലോ ഹലോ. ഇപ്പോൾ എക്കോ കൺട്രോൾ വരുന്നത്, ഇപ്പോൾ എക്കോ ഫുൾ ഒഴിവായിട്ടുണ്ട്. ഓക്കെ, എക്കോ ഹലോ 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 ഹലോ. നെക്സ്റ്റ് ബ്ലൂടൂത്തിൽ നമുക്ക് NCS
മറ്റേ കോപ്പറേറ്റീവ്. അപ്പം ഇത് ഇന്ന് ഡെലിവർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 രീതിയിലാണ് അയക്കുന്നത്. ഒന്ന് നമ്മളെ ST കൊറിയർ, സ്പീഡ് ആൻഡ് സേഫ്, അതല്ലെങ്കിൽ KSRTC പോലുള്ള ഏതെങ്കിലും ഏതെങ്കിലും സർവീസിൽ, കൊറിയർ സർവീസിൽ. അതാകുമ്പോൾ കുറച്ച് സേഫ്റ്റി ആയിട്ട് നമുക്കൊരു 6 to 8 മണിക്കൂറിനുള്ളിൽ സാധാരണ സ്പോട്ടിലെത്തും. പിന്നെ പാക്ക് ചെയ്യുന്നത് പഴയ പോലെയല്ല, നമ്മൾ പണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ പോയി ടൈപ്പ് പാക്കിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അതാത് ആംപ്ലിഫയറിൻ്റെ സൈസിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പാക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് ഇതൊക്കെ ഇതിൽ സൈഡ് ഫില്ല് ചെയ്യാനുള്ള പാർട്ടൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആമ്പ് പാക്ക് ചെയ്യുക, അതിനകത്തോട്ട് വെച്ചിട്ട് ഇത് വെച്ച് റാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നത്. ഈ ഒരു കസ്റ്റമൈസ്ഡ് 2.1 പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടാതെയുള്ള ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമൈസ്ഡ് ചെയ്യുന്നതിനായിട്ടും നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള ഒരുവിധം എല്ലാവർക്കും ആവശ്യമുള്ള ടൈപ്പ് മോഡൽസ് ഇപ്പോൾ ഇന്നേ വരെയുള്ള എൻക്വയറി വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഈ ഓഗസ്റ്റ് ആ ഒരു സമയത്തിൽ ആ തരം പ്രോഡക്റ്റുകൾ, പി ടൈപ്പ് മാനുവൽ ആംപ്ലിഫയർ, ഡിജിറ്റൽ ആംപ്ലിഫയർ, ഏത് ടൈപ്പ് ആയാലും ശരി, ഒരു ഏകദേശം സാധ്യതയുള്ള ടൈപ്പും അതിൻ്റെ പ്രീമിയം ടൈപ്പും ഒക്കെയാണ് ഇപ്പോൾ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓഗസ്റ്റ് സമയത്ത്. അപ്പോൾ ഇത് ഈ ടൈം പീരീഡ് തന്നെ ഓർഡർ തന്ന ആളുകൾ, ഇപ്പോൾ രാജീവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവരുടെ ഇപ്പോൾ അടുത്ത 2 ദിവസം കൊണ്ട് ഡെലിവറി ആണുള്ളത്. അത് ഫുൾ സിസ്റ്റമാണ്, 2.1 വിത്ത് സ്പീക്കേഴ്സ്. അത് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ സമയം കൊണ്ടാണ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം നമ്മളിപ്പോൾ അതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പിലോ മറ്റോ ഡീറ്റെയിൽസ് തരാം, അല്ലെങ്കിൽ നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ വന്ന് ആ സ്പോട്ടിൽ 2-3 ദിവസത്തിനുള്ളിൽ പരിപാടി കഴിയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്തെന്നാലും ഇനിയിപ്പോൾ സ്റ്റോക്ക് അഥവാ നമ്മൾ ചെയ്ത് വെച്ചത് കഴിഞ്ഞു പോയെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും ഒന്ന് കഴിയുമെന്ന് കാണുമ്പോൾ തന്നെ തുടങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു മാക്സിമം പോയാലും ഒരു 6 to 8 ദിവസത്തിൻ്റെ ഒരു വ്യത്യാസമല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് പോകാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അതില്ലാത്തതാണ് എൻ്റെ ഇത്രയും കാലത്തെ പരാജയം എന്ന് ഞാൻ മനസ്സിലാക്കണം. അതായത് സാധനം കൊടുക്കാൻ ഡെലിവറി ചെയ്യാൻ വൈകുന്നതിൻ്റെ പരാജയം. അത് കാരണം കൊണ്ട് നമ്മൾ വർക്ക് ബിസി ആവുന്നു, ഹെവി ലോഡ് വർക്ക് എടുക്കുന്നു, അതായത് ഓവർലോഡായിട്ട് വർക്ക് ചെയ്യുന്നു, ഓവർ ടൈമിൽ വർക്ക് ചെയ്യുന്നു, വാട്സപ്പ് അറ്റൻഡ് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല ഒക്കെ ഒഴിവാക്കി വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ഒരു സുഖമുള്ള ഒരു പരിപാടിയല്ല. അത് നല്ലൊരു ബിസിനസ്സായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇത് മൊത്തം മാറ്റിയത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളന്ന് വല്ല രീതിയിൽ എല്ലാവരും സഹായിക്കുമെന്ന് ചോദിച്ചു. നല്ല സഹായം 500-600 പേരോരം സഹായിച്ചു. പക്ഷേ അതൊരു നല്ല രീതി അല്ലായിരുന്നു എല്ലാവരും പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. ഞാനിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാക്കി. ഇപ്പോൾ ഇന്നും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലരായിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിലൂടെ കുറച്ചുകൂടെ സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് വർക്കിംഗ് പാർട്ണർ അല്ല, സൈലൻറ്റ് പാർട്ണർ, നിങ്ങളെ പ്രൊഡക്ഷന് ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ 50% ഷെയർ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഇമെയിൽ ID അല്ല വാട്സപ്പ് ചെയ്തിലായാലും ഓക്കെ, ഞാൻ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് നാളെ കൊണ്ട് ഈ പ്രവീൺ സാറിൻ്റെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇതിൽ വർക്ക് ചെയ്യിച്ചിട്ട് എന്താണെന്ന്. അപ്പോൾ അതിന് അപ്ഡേഷൻ എന്താണോ, ഞാൻ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ആണോ താല്പര്യം, പെട്ടെന്ന് നേരിട്ട് വന്ന് അത് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട മോഡൽ എടുത്ത് പോകുന്നതാണോ താല്പര്യം എന്ന് നിങ്ങൾ പറയും. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാനിവിടെ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. വീഡിയോ കണ്ടു നോക്കാം, ഇവിടെ എൻഡ് സ്ക്രീനിലുണ്ട്.